എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ജീവനുള്ള വിത്തുകൾ. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിനു പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. വിത്തിനുള്ളിലെ ജീവൻ. ഒരു എക്സാമ്പിളായിട്ട് പയർ വിത്തിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. 2-3 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പയർ വിത്ത് ഒന്ന് സോക്കായി അതിൽ നിന്ന് ബീജമൂലം അല്ലെങ്കിൽ റാഡുകൾ പുറത്തു വരും. ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിടൻ പിളർന്നു വരാൻ തുടങ്ങും. ദെൻ ബീജശീർഷം അല്ലെങ്കിൽ ആ ചെറിയ ലീഫുകൾ പുറത്തേക്ക് വരും. അതിനെ പ്ലൂമ്യൂൾ എന്ന് പറയുന്നത് ബീജശീർഷം. ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിനു പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങൾ വളർത്തുന്നത്. വിത്ത് മുളച്ച് ഇലയാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ അല്ലെങ്കിൽ കോട്ടിലിടനിൽ നിന്നാണ്. പയർവിത്തിന് 2 ബീജപത്രങ്ങളുണ്ട്. ചെടി വളരുംതോറും ബീജപത്രം ചുരുങ്ങി 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 ഇത് കൊഴിഞ്ഞു പോകും. ചോളത്തിനാണെങ്കിലോ അതിൽ ഒരു ബീജപത്രമേ ഉള്ളൂ. പിന്നെ ബീജാന്നം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. വിത്തിൽ നിന്നല്ലാതെയും സസ്യങ്ങൾ മുളയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ കമ്പ് നട്ടിട്ടായിരിക്കാം, ചിലപ്പോൾ ഇലയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ വേരിൽ നിന്നായിരിക്കാം. വിത്ത് വിതരണം എന്തിന്? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ. തേങ്ങ വിത്ത് വിതരണം നടത്തുന്നത് ജലത്തിലൂടെയാണ്. അതിനുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞു പോകില്ല. തൊണ്ടിൽ വായു നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പൂപ്പൻതാടിയോ? കാറ്റിലൂടെയാണ് വിത്ത് വിതരണം നടക്കുന്നത്. പിന്നെ ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഫലങ്ങൾ, മാംസളമായ ഭാഗങ്ങളാണ് ഉള്ളത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുണ്ട്. എക്സാമ്പിള് കടലാടി, അസ്ത്രപ്പുല്ല് മുതലായവ. പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളുണ്ട്. റബ്ബർ, കാശിത്തുമ്പ എന്നിവ എക്സാമ്പിളാണ്. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നവയാണ് അപ്പൂപ്പൻതാടി, മഹാഗണി, വേങ്ങ മുതലായവ. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നതാണ് വെണ്ട, റബ്ബർ, തുമ്പ, കാശിത്തുമ്പ. 3 ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നവയാണ് തെങ്ങ്, ആമ്പൽ വിത്തുകൾ, താമര വിത്തുകൾ, കണ്ടൽ വിത്തുകളൊക്കെ ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്നവയാണ്. ജന്തുക്കളിലൂടെയും പക്ഷികളിലൂടെയും വിത്ത് വിതരണം നടത്തുന്നവയാണ് പേര, ഞാവൽ മുതലായവ. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ടാൽ ഇലയിൽ കുറേ സിരകൾ കാണാം. ഇലകളിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. ഇവയാണ് ഇലകളിലെ സിരകൾ. ഇലകളിലും 2 വിധത്തിലുള്ള സിരാവിന്യാസങ്ങളുണ്ട്. ആദ്യം ഒരു പ്ലാവിൻ്റെ ഇല സങ്കല്പിക്കുകയാണെങ്കിൽ മധ്യഭാഗത്തു കൂടി അഗ്രം വരെ നീളുന്ന ഒരു പ്രധാന സിരയുണ്ടാവും. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ ഉണ്ടാകും. അവ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നു.
ഇതാണ് ജാലിക സ്ഥിരാവിന്യാസം അല്ലെങ്കിൽ റെറ്റിക്കുലേറ്റ് വെനേഷൻ എന്ന് പറയും. രണ്ടാമത്തേതായിട്ട് നമുക്ക് പുല്ല് അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓല ഇതൊക്കെ സങ്കല്പിച്ച് നോക്കാം. ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം മുട്ടാതെ കൂട്ടിമുട്ടാതെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നു. ഇതാണ് സമാന്തര സിരാവിന്യാസം അല്ലെങ്കിൽ പാരലൽ വെനേഷൻ എന്ന് പറയും. ഇലകളിലെ സിരാവിന്യാസവും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ ബന്ധമുണ്ടായിരിക്കും. എക്സാമ്പിൾ കൊടുക്കുകയാണ്. പ്ലാവും ഒരു പുൽച്ചെടിയും കൊടുത്തിട്ടുണ്ട്. പ്ലാവിൽ ജാലിക സിരാവിന്യാസമാണുള്ളത് ഇലകളിൽ. പുൽച്ചെടിയിലോ സമാന്തര സ്ഥിരാവിന്യാസം. ഈ ജാലിക സ്ഥിരാവിന്യാസമുള്ള പ്ലാവിൽ അതിൻ്റെ റൂട്ട് സിസ്റ്റം നോക്കിക്കേ, ഒരു പ്രധാനപ്പെട്ട വേര് പോകുന്നുണ്ട്. അതിൽ നിന്ന് മറ്റുള്ള വേരുകൾ ഉണ്ടാകും. ഇനി പുൽച്ചെടി സങ്കല്പിക്കുകയാണെങ്കിൽ എല്ലാ വേരുകളും അതിൻ്റെ തണ്ടിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ പ്ലാവിലെ വേരുപടലം കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലുപ്പം കൂടിയ ഒരു വേരാണ്. അതിനെയാണ് തായ്വേര് അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് എന്ന് പറയും. ഇതിൽ നിന്നുമാണ് മറ്റു ചെറിയ വേരുകൾ വളർന്നു വരുന്നത്. പുൽച്ചെടിയിലാണെങ്കിലോ ധാരാളം നാരുപോലുള്ള വേരുകൾ കാണും. അത് ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളം നാരുവേരു പടലങ്ങൾ കാണും. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ്വേരുപടലം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം. മാവ്, പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേരുപടലം കാണാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം അല്ലെങ്കിൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലമാണ് ഉള്ളത്. സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖിരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അവയെ താങ്ങുവേര് അല്ലെങ്കിൽ പ്രൊപ്പ് റൂട്ട്, പൊയ്ക്കാൽ വേര് അല്ലെങ്കിൽ സ്റ്റിൽറ്റ് റൂട്ട്, പറ്റുവേര് അല്ലെങ്കിൽ ക്ലിങ്ങിങ് റൂട്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ്. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ട് ഇവ ശ്വസന വേര് എന്ന് അറിയപ്പെടുന്നു. താങ്ങുവേരിന് ഉദാഹരണമാണ് പേരാല്. പേരാലിൻ്റെ റൂട്ടുകൾ വരുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൻ്റെ കാണ്ഡത്തിൽ നിന്നുമാണ് കുറേ റൂട്ടുകൾ താഴേക്ക് വരും. പൊയ്ക്കാൽ വേര് കൈത പോലുള്ള സസ്യങ്ങളെ ഉറപ്പിന് വേണ്ടിയിട്ടാണ് പൊയ്ക്കാൽ വേരുകൾ. ഇനി പറ്റുവേര് മണിപ്ലാന്റ്, കുരുമുളക് പോലുള്ള ചെടികളിലാണ് പറ്റുവേരുള്ളത്. മറ്റ് സസ്യങ്ങളിൽ പറ്റി പിടിച്ച് വളരാൻ വേണ്ടിയിട്ട്. ശ്വസന വേരുകളുള്ളത് കണ്ടൽ ചെടികളിലാണ്. ഏകബീജപത്ര സസ്യവും ദ്വിബീജപത്ര സസ്യവും. ഒരു ബീജം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ മോണോക്കോട്ട് പ്ലാന്റ്സ് എന്ന് പറയുന്നു. 2 ബീജപത്രം ഉണ്ടെങ്കിൽ അതിനെ ദ്വിബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് പറയുന്നു. നാരുവേര് പടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. തായ്വേര് പടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലിക സിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഉദാഹരണം ചേമ്പ്, ചേന മുതലായവ. പല പ്രദേശങ്ങളിലും മുൻപുണ്ടായിരുന്നതും ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങളുടെ എക്സാമ്പിളാണ് മുള്ളിലം, തുമ്പ എന്നിവ. വിത്തുകൾ മുളച്ചു വരുമ്പോൾ ബീജപത്രത്തിൻ്റെ വലിപ്പം കുറയുന്നു. ജന്തുക്കൾ മൂലമുള്ള വിത്ത് വിതരണത്തിൻ്റെ വിത്തുകളുടെ അനുകൂലനങ്ങളാണ് മാംസളമായ ഭാഗങ്ങൾ, മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ എന്നിവ. ഇനി കാറ്റിലൂടെയാണ് വിത്ത് വിതരണ രീതിയെങ്കിൽ വിത്തിനുള്ള അനുകൂലനങ്ങളാണ് വിത്തിന് ഭാരം കുറവായിരിക്കും, പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. ജലം വഴിയാണെങ്കിലോ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ടാകും, ഭാരം കുറവായിരിക്കും. പൊട്ടിത്തെറിച്ചുള്ള വിത്ത് വിതരണമാണെങ്കിൽ പഴങ്ങൾ പാകമാകുമ്പോൾ പുറന്തോട് പൊട്ടി വിത്ത് പുറത്തേക്ക് തെറിക്കുന്നു. ഇതോടെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 4 അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.